ഹേ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഒന്ന് വയനാട് ചുരം കയറാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വയനാട് പോകാൻ എന്താ ഇത്ര എക്സൈറ്റഡ് ആവേണ്ട ആവശ്യമാണ്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ സ്വന്തം വണ്ടിമേൽ സ്വന്തം ഡ്രൈവ് ചെയ്തിട്ട് വയനാട് ചുരം കയറാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ട്. കാരണം ഞാൻ ഇതുവരെ അങ്ങനെ എൻ്റെ വണ്ടിമേൽ വയനാട് ചുരം കയറിയിട്ടില്ല. എനിക്ക് സത്യം പറയാമല്ലോ, ഉള്ളിൽ ഭയങ്കര പേടിയാണ് ചുരം കയറി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രൈവ് ചെയ്ത് അവിടെ വരെ എങ്ങനെ പോകുമെന്ന് ആലോചിക്കുമ്പോൾ ഉള്ളിലെ ടെൻഷനുണ്ട്. പക്ഷേ വി ക്യാൻ ഡു ഇറ്റ്, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കെന്തായാലും ചുരം കയറാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഡ്രൈവിങ്ങിൽ അത്ര എക്സ്പേർട്ടൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ദൂരത്ത് അങ്ങോട്ടേക്ക് വണ്ടി എടുത്ത് പോകല്ല. ബസ്സിന് തന്നെയാണ് കൂടുതൽ പോകല്. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും വണ്ടിമേലാണ് പോകല്. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക്, അതും വയനാട് ചുരം കയറാന്ന് പറയുമ്പോൾ വയനാട് എത്തിയിട്ട് മുത്തങ്ങ പോകണം, അതുപോലെ തന്നെ എന്നൂർ പോകണം. ഈ രണ്ട് സ്ഥലമാണ് ഞാൻ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തത്. പിന്നെ ഒറ്റക്കായതിൻ്റെ ചെറിയൊരു ചടപ്പുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ ഒറ്റക്കാണെങ്കിലും എൻജോയ് ചെയ്യും. എന്നിപ്പോൾ നമ്മളെ കൂടെ ആരെങ്കിലും ഉണ്ടാവും നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ലല്ലോ. പിന്നെ ഞാൻ റോഡിൻ്റെ ഇങ്ങനെ സൈഡിലാണ് വണ്ടി നിർത്തിയത്. വണ്ടി നല്ലോണം പോകുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ അറിയില്ല. വണ്ടി വലിയ വലിയ വണ്ടികൾ പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ ഭയങ്കര ചാൻസ് കുറവാണ്. പിന്നെ ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് MVD പോയി ഫോട്ടോ ഒന്നും എടുത്തില്ല. കാരണം ഇത് പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഞാൻ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ MVD ഫൈൻ ഇട്ടിട്ടുണ്ടാവുമോ, ഫോട്ടോ എടുത്തിട്ടുണ്ടാവുമോ എന്നൊന്നും എനിക്ക് അറിയില്ല. പിന്നെ എനിക്ക് വയനാട് ചുരം കയറുമ്പോൾ ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് അറിയുമോ? നമ്മൾ മുന്നിൽ വലിയ ട്രക്ക് അല്ലെങ്കിൽ KSRTC ബസ്സൊക്കെ വരുമ്പോൾ അതിന് ഞാൻ എങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോകുന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. ഓവർടേക്ക് ചെയ്ത് പോയില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ബാക്കിൽ അങ്ങനെ എന്നെ പോകേണ്ടി വരും. പക്ഷേ ഓവർടേക്ക് ചെയ്യാന്ന് പറയുമ്പോൾ വളവിലൊക്കെ ഓവർടേക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയൊക്കെ ആണ്. എനിക്കിങ്ങനെ ഓവർ തിങ്ക് കുറച്ച് കൂടുതലാണ്. എൻ്റെ ഫോണിൽ ഫുൾ ചാർജ് ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ ചാർജൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ 82% ഉണ്ട്. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ 4K ഷൂട്ട് ചെയ്യുമ്പോൾ ചാർജ് പെട്ടെന്ന് തീരും. ഇനി സംസാരിച്ച് അധികം നിൽക്കാൻ സമയമില്ല. അപ്പോൾ ഞാൻ പോട്ടെ. ഞാനിപ്പോൾ ഒടുങ്ങാക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒടുങ്ങാക്കാട് സ്ഥലം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുമെന്ന് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണമെങ്കിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും സ്വർണ്ണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളഞ്ഞു പോയാലൊക്കെ ആദ്യം ഒടുങ്ങാക്കാടൊക്കെ അങ്ങ് നേർച്ച ചെയ്യും. 10 രൂപ നേർച്ച ചെയ്യുന്നു, എൻ്റെ സ്വർണ്ണം തിരിച്ച് കിട്ടണം. അല്ലെങ്കിൽ പരീക്ഷ ജയിക്കണമെങ്കിൽ 20 രൂപ നേർച്ച ചെയ്യുന്നു, ഞാൻ പരീക്ഷ ജയിക്കണേ. അങ്ങനത്തെ ഒരു വിശ്വാസത്തിൽ നേർച്ചിടുന്നൊരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ പോകുന്നവർ വരുന്നവരൊക്കെ ഇങ്ങനെ റോഡിലോട്ടാണ് പൈസ ഇടുക. അപ്പോൾ ഒരാളിങ്ങനെ കളക്ട് ചെയ്യാനായിട്ട് നോക്കും. ഇത് കണ്ടില്ല, സ്റ്റെപ്പിലൊക്കെ പൈസ വീണെടുക്കുന്നത്. പക്ഷേ ആരും ഇവിടുന്ന് പൈസ ഒന്നും എടുത്തുകൊണ്ട് പോകില്ല കേട്ടോ. നമ്മളിപ്പോൾ 8ാമത്തെ ചുരത്തിലെത്തി ഗായ്സ്. പിന്നെ ഇവിടെ തിരക്കൊന്നുമില്ല. ഒക്കെ കണ്ടില്ല, വിജനമായി. എപ്പോഴെങ്കിലൊക്കെ വണ്ടി പോയാലേ ഉള്ളൂ. ഏതെങ്കിലുമൊക്കെ ലോറിൻ്റെ മുമ്പ് പെട്ടാൽ ഞാൻ ഓവർടേക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലത്ത് നോക്കിയിട്ട് അങ്ങോട്ട് ഓവർടേക്ക് ചെയ്യും. പിന്നെ വരുന്ന വൈക്കിൽ ചെറുതായിട്ട് മഴ പെയ്ത് ഞാൻ ഓവർകോട്ടൊക്കെ ഇട്ടു. പക്ഷേ കുറച്ച് മുകളിലെത്തിയപ്പോൾ നിന്നു. പിന്നെ ഇവിടെ നല്ല തണുപ്പുണ്ട്. സ്വെറ്റർ ഇട്ടത് എന്തായാലും ഉപകാരപ്പെട്ടു. നല്ല തണുപ്പ് വെച്ചാൽ നല്ല തണുപ്പുണ്ട്. ഇനി നമുക്ക് 9ാമത്തെ ചുരത്തിലെത്തിയിട്ട് കാണാം. ഇവിടുന്ന് താഴോട്ടുള്ള വ്യൂ നോക്കുക ഗായ്സ്. നോളജ് സിറ്റി ഇവിടെ നോക്കിയാൽ കാണാം. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. കണ്ടോ അങ്ങ് ദൂരെ, അതാണ് നമ്മുടെ നോളജ് സിറ്റി. നിങ്ങൾക്ക് മുകളിൽ കാണാം നമ്മുടെ 9ാമത്തെ വളവ്. കണ്ടില്ലേ? അങ്ങനെ ഫൈനലി നമ്മൾ ഓൾമോസ്റ്റ് 9ാമത്തെ ചുരത്തുമ്മലെത്താനായി. അയ്യോ, KSRTC കാണുമ്പോഴേ പേടിയാ. ഇങ്ങനത്തെ ഒക്കെ വണ്ടീൻ്റെ ബാക്കിൽ പെട്ടാലാണ് പണിയാവുക. അങ്ങനെ നമ്മൾ ഫൈനലി വയനാട് എത്തി. ഞാൻ പിന്നെ 9ാമത്തെ വളവിൽ നിർത്തിയില്ല കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര റഷായിരുന്നു. അപ്പോൾ അവിടെ നിർത്തണ്ടെന്ന് തോന്നി. നമ്മൾ എന്തായാലും 8ാമത്തെ ചുരത്തിൽ നിർത്തി സംസാരിച്ചല്ലോ. പിന്നെ 9ാമത്തെ ചുരത്തിലും പ്രത്യേകിച്ച് അങ്ങനെ ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഒന്നും കൂടി വൈഡ് ആയിട്ടുള്ള വ്യൂ ആയിരിക്കും എന്നല്ലാണ്ട് വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ദൂരെ കണ്ടോ എന്നൂർ, നമുക്ക് അവിടെ പോകണം. ഞാൻ വിചാരിക്കുന്നത് തിരിച്ച് വരുമ്പോൾ അവിടെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യം നമുക്ക് മുത്തങ്ങ പോവാം. മുത്തങ്ങ ഫോറസ്റ്റ് പോയി വന്നതിന് ശേഷം നമുക്ക് എന്നൂർ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ വീട്ടിൽ നിന്നൊരു പഴം എടുത്താണ് വന്നത്. എങ്ങാനും വിഷനാല് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. നമ്മളെപ്പോഴാണ് എന്താ കഴിക്കാമെന്നൊന്നും അറിയില്ലല്ലോ. കുറച്ച് വെള്ളവും കുടിക്കാം. ഞാൻ വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫുള്ള് ചിലവ് ചുരുക്കൽ ഭാഗമായതുകൊണ്ട് ഒക്കെ വീട്ടിൽ നിന്ന് കരുതിയാണ് വന്നത്. പിന്നെ എനിക്ക് ഓൾറെഡി മഞ്ഞപ്പിത്തം വന്നതുകൊണ്ട് പുറത്തുനിന്നൊക്കെ വെള്ളം കുടിക്കാൻ കുറച്ച് പേടിയാണ്. ഒരു പഴം എടുത്തില്ല. എനിക്ക് ഒരു പഴമൊക്കെ കഴിച്ചാൽ പോവുള്ളൂ.
ഹായ് ഗായ്സ്, ഞാനിപ്പോൾ ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുവിലാണുള്ളത്. ഞാനിങ്ങനെ മുത്തങ്ങലേക്ക് പോകുന്ന വഴിക്കൽ ഒരു ഓഫ് റോഡ് കണ്ടതാണ്. ഇങ്ങനെ ഫുൾ തേയിലത്തോട്ടം കയറ്റി. അപ്പോൾ ഇവിടെ കുറേ തേയില പറിക്കുന്ന ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും, ഇങ്ങോട്ടേക്ക് അലോ ചെയ്യില്ലാന്ന് വെച്ചാൽ. അപ്പോൾ അവർ പറഞ്ഞു പോയിക്കോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് മുന്നോട്ട് വന്നിട്ടേ ഉള്ളൂ. ഇനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് എന്താണെന്ന് അറിയില്ല. എൻ്റെ ബാക്കിലൊക്കെ ഫുൾ തേയില, ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് കുറച്ച് ഹൈറ്റിലാണുള്ളത്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് കയറിയിട്ട് വീഡിയോ എടുക്കുക എന്നുള്ളത് നടക്കില്ല. ഇനി കുറച്ച് മുമ്പോട്ട് പോയാൽ നമുക്ക് കുറച്ച് കയറി ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ ഇതുണ്ടോ, പറ്റുമോ അറിയില്ല. എന്തായാലും കുറച്ചുകൂടി മുന്നോട്ട് പോയേക്കാം. ആ മരത്തിൻ്റെ മുകളിൽ കണ്ടോ നിങ്ങളൊരു കിളിക്കൂട്? ആ താഴെ കാണുന്നതൊക്കെ മഞ്ഞളാണോ അല്ലെങ്കിൽ ഇഞ്ചിയാണോ അല്ലെങ്കിൽ ഏലക്കാണോ? ഇതിൻ്റെയൊക്കെ ഇല ഏകദേശം ഒരുപോലെയല്ല ഇരിക്കുന്നത്. നമുക്ക് എന്തായാലും കുറച്ചുകൂടി മുന്നോട്ട് പോയേക്കാം. എങ്ങാനും നല്ല വ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കാം. കുറച്ചുകൂടി മുന്നോട്ട് വന്നു, പക്ഷേ ഈ ഓഫ് റോഡ് എന്നാ കാണിക്കുന്നത്. അപ്പോൾ വെറുതെ കുറേ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല എനിക്ക് തോന്നുന്നത്. ഇവിടെ ഓരോരുത്തർ കണ്ടില്ലേ പ്ലാസ്റ്റിക് കൊണ്ടിട്ടത്. ഏതൊരു ഭംഗിയുള്ള സ്ഥലത്ത് പോയാലും ഇതാണ് പ്രശ്നം, ഫുള്ള് പ്ലാസ്റ്റിക് ആയിരിക്കും. ഇവിടെ ചെറിയൊരു പാറ പോലെ ഉണ്ട്, അതിലങ്ങോട്ട് കയറി പോകട്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ പുലിയൊന്നും ഉണ്ടാവില്ലല്ലോ, പുലിയൊന്നും ഇറങ്ങാത്ത സ്ഥലമായിരിക്കില്ലേ. കഴിഞ്ഞ ദിവസം ഒരു ന്യൂസിൽ കണ്ട് 7ാമത്തെ വളവിൽ കടുവയോ പുലി എന്തോ ഇറങ്ങിയെന്ന് കേട്ടപ്പോൾ ഉള്ളിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. എനിക്ക് പേടിയുള്ള 2 മൃഗങ്ങളാണ്, ഒന്ന് കടുവ, ഒന്ന് ആന. ഇത് രണ്ടെണ്ണത്തിന് നമുക്ക് നമ്മളെ മുമ്പ് വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സറണ്ടർ ആവുക എന്നല്ലാണ്ട്. ഇവിടെ ഫുൾ ഇങ്ങനത്തെ കാട്ടുചെടികളുണ്ട്, പിന്നെ നമ്മൾ കൊന്നപ്പൂവുണ്ട്. നമുക്ക് എന്തായാലും മുകളിൽ അങ്ങോട്ട് തേയിലത്തോട്ടത്തിൽ കയറി നോക്കാം. തേയിലത്തോട്ടത്തിൽ കയറി ഇവർ തെറി പറയുമെന്ന് അറിയില്ല കേട്ടോ, പക്ഷേ ഈ ഭാഗത്തൊന്നും ആരുമില്ല, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. മഴയാണ് പ്രശ്നം, മഴ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ട്. ഇപ്പോൾ നല്ല വെയിലാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും, നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ സ്വെറ്റർ എടുത്തിടുമ്പോൾ വിചാരിച്ചിരുന്നു എങ്ങാനും ചൂടാണെങ്കിൽ വിയർത്ത് കുളിക്കല്ലോ എന്ന്, പക്ഷേ എൻ്റെ പ്രതീക്ഷയൊന്നും തെറ്റില്ല, നല്ല തണുപ്പാണ്. ഇതാണ് ഗായ്സ് നമ്മുടെ തേയിലത്തോട്ടം, നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ദൂരത്ത് നിന്ന് വ്യൂ കാണുന്നതാട്ടോ, അല്ലാതെ ഇതിൻ്റെ അടുത്തെത്തിയിട്ട് നോക്കുമ്പോൾ നമുക്ക് വലിയ ഭംഗിയൊന്നും തോന്നില്ല. കുറച്ചുകൂടി മുകളിലോട്ട് പോയി വെക്കണോ? അല്ല, കടുവയും പുലിയൊന്നും പതുങ്ങിയിരിക്കുന്നില്ലായിരിക്കും. അധികം അങ്ങോട്ട് പോകണ്ട, കാരണം പേടിയായിട്ടല്ല, അവർ ജസ്റ്റ് ഇങ്ങോട്ട് പോയിക്കോന്ന് പറഞ്ഞതാ, പോകാൻ കുഴപ്പമൊന്നുമില്ലാന്ന്. പിന്നെ നമ്മളത് മുതലെടുക്കരുതല്ലോ. നല്ല ഭംഗിയില്ലേ? അപ്പം ഞാൻ തിരിച്ചു പോവുകയാണ് ഗൈസ്, മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇനി ഇവിടെ അധികം നിന്ന സമയം നമ്മളിത് പോകും, നമുക്ക് വേഗം മുത്തങ്ങലോട്ട് പോകണം. ഇനി മഴ പെയ്യുന്നതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടും കാര്യമുണ്ടോയെന്ന് അറിയില്ല, മൃഗങ്ങൾ കാണുമെന്നറിയില്ല. നല്ല മഴ പെയ്ത് ഗൈസ്, ഞാൻ ഓൾമോസ്റ്റ് കൽപ്പറ്റ എത്താനായി, ഫുൾ നനഞ്ഞ് ചെയ്യുന്നത്. ഞാൻ വിചാരിക്കുന്നത് കൽപ്പറ്റ എത്തിയിട്ട് അവിടെ എവിടെയെങ്കിലും സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ അങ്ങോട്ട് ബസ്സിന് പോകാമെന്നാ. ഞാനിപ്പോൾ കൽപ്പറ്റ ബസ് സ്റ്റാൻഡിലെത്തി. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എൻ്റെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ബസ് കയറാൻ പോവുകയാണ്. ഒന്നെങ്കിൽ സുൽത്താൻ ബത്തേരിയിലേക്ക് ഡയറക്റ്റായിട്ട് ബസ് കയറണം, അല്ലെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റായിട്ട് മുത്തങ്ങയിലോട്ട് ബസ് കിട്ടുമെങ്കിൽ മുത്തങ്ങയിലേക്ക് കയറണം. എന്തായാലും പോയി നോക്കട്ടെ. പിന്നെ ഞാൻ എൻ്റെ ഹെൽമെറ്റും കയ്യിലെടുത്തിട്ടുണ്ട്, കാരണം ഡിക്കിയിൽ വെക്കാൻ സ്ഥലമല്ല. ഓൾറെഡി എൻ്റെ വലിയ 2 ലിറ്ററിൻ്റെ കുപ്പിയുണ്ട്, പിന്നെ റെയിൻകോട്ട് ഉണ്ട്. അപ്പോൾ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അത് കയ്യിൽ പിടിച്ചു. കൽപ്പറ്റ ബസ് സ്റ്റാൻഡ് പറയുന്നത് അത്യാവശ്യം വലിയ ബസ് സ്റ്റാൻഡ് കേട്ടോ. കോളായി ഗായ്സ്, നമ്മളെ മുത്തങ്ങ യാത്ര കോളായി. അബദ്ധം പറ്റാന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇമ്മാതിരി അബദ്ധം പറ്റാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഇവിടുന്ന് കൽപ്പറ്റ വരെ വണ്ടി ഓടിച്ചു പോയി, അവിടെ എത്തി. അവിടെ നിന്ന് സുൽത്താൻ ബത്തേരിക്ക് ബസ് കയറാമെന്നാണ് വിചാരിച്ചത്. എന്നിട്ട് അവിടെ നിന്ന് മുത്തങ്ങക്ക്. അവിടെ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഞാൻ വെറുതെ ഗൂഗിളിലൊന്ന് നോക്കിയതായിരുന്നു എത്ര ലോങ് ഇനിയുണ്ട് എന്നൊക്കെ. അപ്പോഴാണ് കാണിക്കുന്നത് മുത്തങ്ങ വൈൽഡ് സെഞ്ചുറി, അത് ക്ലോസ്ഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. മോർണിംഗ് എൻട്രി കഴിഞ്ഞാൽ പിന്നെ അടുത്ത എൻട്രി ഉള്ളത് ഈവനിങ് 3 മണിക്കാണ്. ഞാൻ വിചാരിച്ച നമ്മൾ ഫുൾ ടൈം അങ്ങോട്ട് കയറാൻ പറ്റും, അങ്ങനെ ടൈമിൻ്റെ കണക്കൊന്നും ഇല്ല എന്നാണ് വിചാരിച്ചത്. ഞാൻ ആദ്യം അത് നോക്കിയെങ്കിൽ എനിക്ക് ഇത്രയും ദൂരം വരേണ്ട ആവശ്യമില്ല, ഈ മഴ മൊത്തം കൊള്ളേണ്ട ആവശ്യമില്ലായിരുന്നു. ആദ്യം നേരെ എന്നൂരിലേക്ക് പോയിട്ട് അവിടുന്ന് വേണമെങ്കിൽ ഒന്ന് പൂക്കോട് ലേക്കോ അല്ലെങ്കിൽ സൂചിപ്പാറ വാട്ടർഫോൾസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഒരു 3 മണിയാകുമ്പോൾ മുത്തങ്ങയിലേക്ക് പോയാൽ മതി. ഇനി നമുക്ക് എന്തായാലും വൈത്തിരി ഭാഗത്തൊക്കെ തന്നെ വിടാം. ഇന്ന് വൈക്കൽ കണ്ടത് നമ്മളെ മറ്റേ സിപ്പ് ലൈൻ ഇല്ലേ, സിപ്പ് ലൈനിൽ കയറിയിട്ട് വേണമെങ്കിൽ പോവാം. അതിൻ്റെ മുകളിൽ ആ സൈക്കിൾ ഉണ്ട്, ആ സൈക്കിൾ ഇങ്ങനെ ചവിട്ടി പോകുന്നതാണെന്ന് തോന്നുന്നുണ്ട്.
ഞാൻ പിന്നെ ഇവിടെ ഒരു മുളയാരിക്കന്നീൻ്റെ ഇത് കണ്ടു. മുളയാരി പായസം. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടാവുമോ എന്നറിയില്ല. ഏത് പായസമുള്ളത്? ആ, മുളയരി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? എന്താ മുള്ളൻ്റെ അരി? അതിൽ കയറുന്നതിന് എത്ര? 200. അല്ലാതെ നമ്മൾ വെറുതെ അങ്ങോട്ട് പോകണമെങ്കിൽ കുഴപ്പമില്ല വേണ്ടല്ലേ? ഇവിടെ എന്താ കാണാനുള്ള തേയിലത്തോട്ടോ? വണ്ടി എടുത്തിട്ട് പോകണമെങ്കിൽ അങ്ങ് അറ്റത്തൊരു വെള്ളച്ചാട്ടം ഉണ്ടല്ലേ? പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്. പൈസ ഉണ്ടോ അങ്ങോട്ട് പോകാൻ? വണ്ടി പൈസ വേണ്ട. ഓക്കെ. അപ്പം ഞാൻ പായസം ഇതാ മേടിച്ചിട്ടുണ്ട്. ഇത് കുടിച്ച് നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോന്ന്. പായസം ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നല്ല ചൂടാണ്. നമുക്കിതിൽ അങ്ങോട്ട് പോയാൽ വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് പറഞ്ഞത്, 2 കിലോമീറ്റർ പോയാൽ. അപ്പം അതിലൊന്ന് പോയി നോക്കാം. റോഡ് കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, ഓഫ് റോഡാണ്. എന്തായാലും ഒന്ന് പോയി നോക്കാം. പായസം കുടിച്ചായിരുന്നു എനിക്ക് നമ്മളെ ഗോതമ്പ് പായസമൊക്കെ ഉണ്ടല്ലേ, ഗോതമ്പിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് തോന്നി. മുളാരി എന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കാം കേട്ടോ. ഞാൻ ചേച്ചി പറഞ്ഞ ഓഫ് റോഡിന് പോകുന്നു, ഭയങ്കര മോശം റോഡാണ്, പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ ഒരു ഓഫ് റോഡ് കയറിയില്ലേ, അതേപോലത്തെ റോഡാണ് ഏകദേശം. ഇവിടെ കുറേ ചേച്ചിമാർ നമ്മുടെ തേയിലൊക്കെ പറിക്കുന്നുണ്ട്. എനിക്കിത് കണ്ടിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തന്നെ തോന്നാം. പക്ഷേ ചേച്ചി പറഞ്ഞാൽ പോകാൻ കുഴപ്പമൊന്നുമില്ല എന്നാണ്. എന്തായാലും കുറച്ചുകൂടി മുന്നോട്ട് പോയേക്കാം. ഇപ്പം കാണുന്ന റോഡ് വലിയ തിരക്കേടില്ല, പക്ഷേ കുറച്ച് മുന്നേ വരെ വന്ന റോഡ് ഫുള്ള് കുണ്ടും കുഴിയായിട്ടുള്ള റോഡാണ്. അപ്പോൾ എന്തായാലും കുറച്ച് മുന്നോട്ട് പോയേക്കാം. അവിടുന്ന് ആരോടെങ്കിലും ചോദിച്ച് നോക്കാം അങ്ങോട്ട് പോയാൽ വെള്ളച്ചാട്ടം ഉണ്ടോ, പോകാൻ പറ്റുമോ എന്നുള്ളത്. കാലം എൻ്റെ വണ്ടി ഞാൻ അവിടെ നിർത്തിയിട്ടു, കാരണം എനിക്ക് ഓടിക്കാനാകുന്നില്ല. ഒരുമാതിരി റോഡ്, വെള്ളം ഇങ്ങനെ ഒഴുകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷേ അങ്ങനെ വെള്ളച്ചാട്ടമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തോ ചെറിയൊരു അരുവി ഒഴുകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓ, അതാക്കുന്ന വെള്ളച്ചാട്ടം. ഇതാണോ ചേച്ചി പറഞ്ഞ വെള്ളച്ചാട്ടം? ഇത് വെള്ളച്ചാട്ടം എന്നും പറയാൻ മാത്രമല്ല, ചെറിയൊരു വെള്ളം ഒഴുകുന്നുണ്ട്. ആ വെള്ളം ഒഴുകുന്നിടത്തേക്ക് ഇതിലങ്ങനെ ചെറിയൊരു വഴി കാണുന്നുണ്ട്. നമുക്കൊന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി നോക്കാം. പാറ അത്യാവശ്യം വെയ്ക്കുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഇങ്ങനെ കടന്നൊക്കെ കുളിക്കാം, ആയൊന്നുമില്ല. ഞാൻ എന്തായാലും എൻ്റെ വണ്ടി എടുത്തിട്ട് മുമ്പോട്ടേക്ക് പോയി നോക്കട്ടെ. അത് നമ്മുടെ മെയിൻ റോഡുമ്പോൾ കണക്റ്റ് ആകുകയാണെങ്കിൽ പിന്നെ ഇതിലങ്ങോട്ട് പോയാൽ മതിയല്ലോ. എൻ്റെ വണ്ടീൻ്റെ ചാവി ഇവിടെ എവിടെയോ വീണ് പോയി. ഒരു ട്രാക്ടർ അങ്ങോട്ട് പോയിട്ടുണ്ട്, അതിൻ്റെ മുകളിലൂടെ കയറിയും കൂടി ചെയ്താൽ അടിപൊളിയായി. എവിടെ വീണ് പോയെന്ന് കാണില്ല. ഞാൻ വണ്ടിമേൽ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ വണ്ടിമേലില്ല. ഇവിടെ എവിടെയോ വീണ് പോയിട്ടുണ്ട്. ഓ, ഇതാക്കണം. ആ ട്രാക്ടർ എങ്ങാനും ഇതിൻ്റെ മുകളിൽ കൂടി പോയെങ്കിൽ ഇത് പപ്പടം പൊടിയുന്ന പോലെ പൊടും. ഞാൻ എന്തായാലും ഒന്ന് മൂത്രയിക്കട്ടെ. നമ്മൾ നേരത്തെ കണ്ട ഓഫ് റോഡിന് പോകുന്നപ്പോൾ ഞാൻ വേറെ ഏതോ ഒരു റോഡിലോട്ടെത്തി. ഇത് മെയിൻ റോഡല്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ഇത് എവിടെ എത്തിയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഫുള്ളും തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൊരു റോഡ്. എന്തായാലും കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കട്ടെ. ഞാൻ വഴി തെറ്റി ഏതോ ഒരു റോഡിലോട്ട് എത്തിയാണ്, പക്ഷേ അത് വ്യൂ എന്ന് പറയുന്നത് നോക്ക്, അടിപൊളിയല്ലേ. അവിടെ നിന്ന് ചേച്ചിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് നേരെ പോയിട്ട് വലത്തോട്ട് തിരിയാനാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു വ്യൂ ഒരു രക്ഷയില്ല. 2 സൈഡിലും തേയിലത്തോട്ട്, അതിൻ്റെ നടുക്ക് റോഡ്. ഇപ്പോൾ ഒരു വണ്ടി വരികയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു കടയിൽ കുറേ ചോക്ലേറ്റ്സും അതുപോലെ ചായപ്പൊടിയൊക്കെ കണ്ട്. ഞാൻ കൊടൈക്കനാൽ പോയിട്ട് തന്നെ ചായപ്പൊടിയും ചോക്ലേറ്റും ഒന്നും വാങ്ങിയില്ല എന്നാണ് എൻ്റെ അമ്മക്ക് പരാതി. അപ്പോൾ അവിടെ പോയി നോക്കട്ടെ, ഞാനും റേറ്റ് കുറവാണെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം. ഗാന്ധി ഗ്രാമം ചായപ്പൊടി ഉണ്ട്, ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ട്, തേനുണ്ട്, കാപ്പിപ്പൊടി, പുൽത്തൈലം, എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. പോയി നോക്കാം നമ്മൾ എന്തായാലും. ഹലോ ഹലോ, ചോക്ലേറ്റിന് അങ്ങനെ റേറ്റ് തന്നെ? എങ്ങനെ റേറ്റ്? ഇതിൻ്റെ റേറ്റ് എന്ന് പറയും നോക്കട്ടെ. 130. ചായപ്പൊടി ഉണ്ടോ? ഏലക്കൻ്റെ അതിലെ ചെറുപ്പട്ട ഏലക്ക 90 റുപ്യ. നല്ല റേറ്റ് അല്ലേ? ഇത് 2 ഏലക്കൻ്റെ. ആ 200. 200 വേണ്ട, ചെറുത് മതി.
എത്ര നോക്കാം 130. ആ കുപ്പിയിലൊക്കെ ഉള്ള എന്താ? ഓക്കെ. ഞാൻ 2 ഏലക്ക കാപ്പിപ്പൊടിയും അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ചെറിയൊരു ബോക്സും മേടിച്ചു. നല്ല റേറ്റാണ്. കാപ്പിപ്പൊടിക്ക് 70 രൂപ, ചോക്ലേറ്റിന് ചെറിയൊരു പാക്കിന് തന്നെ 130 രൂപ. ടോട്ടൽ 270 ആയി. അയാളെങ്കിൽ 250 തന്നു, 20 റുപ്യ കുറച്ച്. അടുത്ത മഴ വരുന്നുണ്ട്, അതിന് മുമ്പ് നമുക്ക് എന്നൂർ എത്തണം. ഞാനിപ്പോൾ എന്നൂർ എത്തിട്ടോ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. പാർക്കിംഗ് ഫീ വരുന്നത് 20 രൂപയാണ് കേട്ടോ. ഇവിടെ ഒരാൾക്ക് ടിക്കറ്റിന് 80 രൂപ വേണം. 8 ആളായെങ്കിൽ മാത്രമേ ഇവർ ഇവിടുന്ന് എന്നൂർ മുകളിലോട്ട് കൊണ്ടുപോകുള്ളൂ. ഇവിടുന്ന് ഒരു 2 കിലോമീറ്ററോളം പോകാണ്ടെന്ന് പറഞ്ഞു. ഞാൻ നടക്കാൻ റെഡി ആയിരുന്നു, പക്ഷെ ഇവർ പറഞ്ഞത് നടക്കാൻ അലോ ചെയ്യില്ല, ഇപ്പോൾ ജീപ്പിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു. എന്നാണെങ്കിൽ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അധികം ആരും ഇല്ലാനും. അപ്പോൾ 8 ആളാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഇവിടെ ഓൾറെഡി 2 പേരുണ്ട്. ഇനിയിപ്പോൾ 5 ആളും കൂടി ആവണമെങ്കിൽ മാത്രമേ ഇവിടുന്ന് ജീപ്പ് എടുക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ജീപ്പ് വിളിച്ചിട്ട് പോകാം, പക്ഷേ നല്ല പൈസ കൊടുക്കണം. ഈ മരം നല്ല ഭംഗിയില്ലേ കാണാൻ. ഞാൻ ഇപ്പോൾ കുറേ സമയം ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇതുവരെ എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 8 ആളായിട്ട് ഇവർ ഇവിടുന്ന് പോകാൻ പറ്റുമെന്നാണല്ലോ പറയുന്നത്. 2 പേര് കപ്പിൾസായിട്ട് വരും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ജീപ്പിൽ കയറ്റി വിടും. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾ വരുമ്പോൾ കപ്പിൾസ് വരുമ്പോൾ ഇങ്ങനെ ഓരോ ജീപ്പിൽ കയറ്റി വിട്ടാൽ ഞാൻ എങ്ങനെയാണ് പോവുക? ഈ കപ്പിൾസായിട്ട് വരുന്നവരൊക്കെ സ്വന്തമായിട്ട് ജീപ്പ് എടുത്തിട്ട് പോവുകയാണ്, ഫുൾ ക്യാഷ് കൊടുത്തിട്ട്. എന്നാൽ ഷെയർ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചാൽ അവരാരും ഷെയർ ചെയ്യാൻ റെഡിയോ ആകുന്നില്ല. അപ്പോൾ 8 ആളായിട്ട് ഇന്ന് ഇവിടുന്ന് പോലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കാണെങ്കിൽ സ്വന്തമായിട്ടൊരു ജീപ്പ് വിളിച്ച് ഫുൾ ക്യാഷ് കൊടുത്തിട്ട് പോകാൻ പറ്റിയില്ല. കാരണം എന്നെക്കൊണ്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റൂല. സത്യം പറഞ്ഞാൽ ഇന്ന് മൊത്തം ഒരു നശിച്ച ഡേ എന്ന് വേണേൽ പറയാം. വയനാട് വന്നു എന്നല്ലാണ്ട് മെയിൻ സ്പോട്ടുകളൊന്നും കാണാൻ പറ്റിയില്ല. ഒന്നും കാണാണ്ട് തിരിച്ചു പോകേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കുറേ ജീപ്പിൽ കുറേ ആൾക്കാർ വന്നിറങ്ങിയിട്ടുണ്ട്. എന്നൂരിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വന്നിറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ നോർത്ത് ഇന്ത്യൻസാണ്, മലയാളീസ് ഇല്ലയെന്നാണ് തോന്നുന്നത്. ഞാൻ ഇപ്പോൾ കുറേ നേരം ഇവിടെ നിൽക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം പിടിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് വരുന്നവർക്ക് എന്നൂരിൽ പോകാമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഞാനിപ്പം പൂക്കോട് ലേക്കിലെത്തി. നമ്മുടെ എന്നൂർ പദ്ധതി ഞാൻ അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചു. കാരണം ഞാനവിടെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു. 8 ആളായാലല്ലേ നമുക്ക് കയറി പോകാൻ പറ്റൂ ജീപ്പിൽ. അപ്പോൾ പിന്നെ ആരെങ്കിലും വരട്ടെ വെച്ച് കുറേ ടൈം അവിടെ വെയിറ്റ് ചെയ്തു. അപ്പം വരുന്നുണ്ട്, ഓരോരുത്തർ കപ്പിൾസായിട്ട് വരുന്നുണ്ട്. ചിലർ 3-4 പേരായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവരാരും എന്നെ കൂട്ടി പോകാൻ റെഡിയല്ല. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീപ്പ് മതി, ഞങ്ങൾ സിംഗിൾ ജീപ്പ് മതി. എത്രയും വൃത്തികെട്ട മെൻറ്റാലിറ്റിയുള്ള ആളുകൾ. ഒരാൾക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ, ഞാൻ ഫ്രീ ആയിട്ട് എന്നെ അവിടെ വരെ കൊണ്ടുപോകുന്നതല്ലല്ലോ ചോദിക്കുന്നത്. എൻ്റെ ജീപ്പിൻ്റെ പൈസ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ജീപ്പിൽ അവിടെ വരെ പോകുന്നതല്ലല്ലോ കാര്യം, അവിടെ എത്തിയതിന് ശേഷമുള്ളതല്ലേ കാഴ്ചകൾ എന്ന് പറയുന്നത്. ജീപ്പ് എന്ന് പറയുന്നത് എന്താ, നമ്മളിവിടുന്ന് അവിടെ വരെ ജസ്റ്റ് എത്താനുള്ളൊരു വേ, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ ആ ജീപ്പിൽ ഒരു സീറ്റിലൊരു സൈഡിൽ അവിടെ ഇരുന്നോട്ടെന്ന് വിചാരിച്ചാൽ പോരെ. പക്ഷെ അത്ര പോലും ഒരു വ്യക്തിക്ക് ഹെൽപ്പ് ചെയ്യൂല എന്ന് വിചാരിക്കുന്ന വൃത്തികെട്ട മെൻറ്റാലിറ്റിയുള്ള ആളുകളുണ്ട് നമുക്ക് ചുറ്റും. ചിലരൊക്കെ മുഖത്ത് നോക്കില്ല, ഞങ്ങൾ ഒറ്റക്കാണ് പോകുന്നത്, ഇങ്ങനെയൊക്കെ ഓപ്പണായിട്ട് പറയുന്നത് ഞാൻ വിചാരിക്കുക ഇത്രയും വൃത്തികെട്ട മനുഷ്യന്മാരുണ്ടല്ലോ. ഏതായാലും വയനാട് വരെ വന്ന് അതിന് പൂക്കോടെങ്കിൽ പൂക്കോട് തടാകെങ്കിലും ഒന്ന് കാണാമെന്ന്, എന്തെങ്കിലും കണ്ടെന്ന് പറയാമല്ലോ. ഞാനിവിടെ വർഷങ്ങൾ മുമ്പ് വന്നത്. ഞാൻ 6ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അവസാനമായിട്ട് പൂക്കോട് തടാകത്ത് വന്നത്. പിന്നെ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും വയനാട് വന്നിട്ടുണ്ടെങ്കിൽ പൂക്കോടേക്ക് വന്നില്ല. കാരണം ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ലല്ലോ. ഇവിടെ കണ്ടോ, ലേക്കിൽ ഫുള്ള് ഒരു തരം ഫ്ലവേഴ്സ്, നല്ല ഭംഗിയിട്ട് കാണാൻ വേണ്ടിയിട്ട്, നല്ല പിങ്ക് കളറായിട്ട്. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ എൻട്രി ഫീസും അതുപോലെ പാർക്കിംഗ് ഫീ ഒക്കെ. പാർക്കിംഗ് ഫീ വരുന്നത് 20 രൂപ, എൻട്രി ഫീ വരുന്നത് 30 രൂപ. ഞാൻ വിചാരിക്കുക, ഞാൻ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ ഇവിടെ വന്ന സമയത്ത് എത്രത്തോളം ക്രൗഡഡ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു ഇതൊക്കെ. വയനാട് എന്ന് പറഞ്ഞാൽ തന്നെ പൂക്കോട് തടാകമാണ് മെയിനായിട്ട് കൊണ്ടുപോകുന്ന ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ഇല്ല. പിന്നെ ഒന്നാമത് ഇന്ന് വർക്കിംഗ് ഡേ ആണ്, അതുകൊണ്ടും കൂടി ആയിരിക്കും. നമ്മളെവിടെയെങ്കിലും സോളോ ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ എന്നൂരിൽ കണ്ടില്ലേ, 8 ആളില്ലാത്തതുകൊണ്ട് പോകാൻ പറ്റില്ല. അതുപോലെ ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ ഈ ബോട്ടിങ് കണ്ടില്ലേ, 2 പേർക്ക് മിനിമം പോകാൻ പറ്റുക. അപ്പോൾ അവിടെ നമുക്ക് പോകാൻ പറ്റില്ല. ഞാൻ കൊടൈക്കനാൽ തന്നെ പോകാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ട്രെയിൻ കാത്തുക്കുമ്പോൾ റെയിൽവേ പോലീസിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ എങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു കൊടൈക്കനാലേക്ക്. കൂടെ ആരാ? ഞാൻ പറഞ്ഞു ഒറ്റയ്ക്കോ? എന്നിട്ട് അയാൾ ഇങ്ങനെ ഒന്നുകൂടി ചോദിച്ചു, ഒറ്റക്കാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഒറ്റക്കാണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് പോകുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാന്ന് പറയുന്നത് എന്തോ ഭയങ്കര വലിയ തെറ്റ് പോലെ, അല്ലെങ്കിൽ ആളുകൾക്ക് വിശ്വസിക്കാൻ ഭയങ്കര ഒരു
ബുദ്ധിമുട്ടാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ അക്വേറിയം ഫിഷ് സ്പാ എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയും കൂടി ഒന്ന് കയറി നോക്കാം. ഇവിടെ കണ്ട് ഇങ്ങനെ നിറച്ചും മീൻ നമ്മൾ നമ്മുടെ കാലെല്ലോട്ട് മുക്കി വെക്കുകയാണെങ്കിൽ ഈ മീൻ വന്നിട്ട് ഇങ്ങനെ കൊത്തി തിന്നും. ഇതിനാണ് ഫിഷ് സ്പാ എന്ന് പറയുന്നത്. ഇത് നല്ലതാണെന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്, അതുപോലെ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇതുവരെ ഇത് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് അക്വേറിയം ഫിഷിനെ കാണാൻ അഡൽട്ടിന് 5 രൂപയാണ്. എന്തായാലും 5 രൂപയല്ലേ, അപ്പോൾ അത് കൊടുത്തിട്ട് ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. ഇവനാളിത്തിരി ടെററാട്ടോ. നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ കടിക്കാൻ വരും പോലെ. നമ്മളിപ്പോൾ പട്ടിയുള്ള വീട്ടിലൊക്കെ പോയാൽ അവിടുത്തെ പട്ടികൾ നമ്മളെ കടിക്കാൻ ഓടി വരൂലേ, അതുപോലെയാണ് ഇവന്. നമ്മൾ ക്യാമറയും കൊണ്ട് അടുത്തോട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരും. നോക്കിക്കോളാണ്ട്, കണ്ടില്ലേ? നമ്മളെങ്ങാനും കൈ കിട്ടിയാൽ കടിച്ച് ശരിയാക്കുന്ന രീതിയിലാണ് അവൻ്റെ വരവ്. പിന്നെ ഈ മീനൊന്ന് നോക്കി നോക്ക്, LED ബൾബ് ഇങ്ങനെ കത്തിച്ച് വെച്ച പോലെ അല്ലേ, എന്തോ ഉള്ളിൽ ഇങ്ങനെ പ്രകാശിക്കുന്ന പോലെ എനിക്ക് തോന്നുക. നമ്മളൊരു ബൾബൊക്കെ ഇങ്ങനെ കത്തിച്ച് വെച്ചാൽ അങ്ങനെ ഉണ്ടാവും, അതേപോലെ ഒരു ഫീല്. അപ്പോൾ വ്ളോഗ് ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാലോ? ഇനിയിപ്പോൾ ഒന്നുമില്ലല്ലോ, ഇനിയിപ്പോൾ തിരിച്ച് നാട്ടിൽ പോകുമല്ലോ. അപ്പം ഈ പൊട്ടിപ്പാളീസായ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊട്ടിപ്പാളീസായ ഈ വയനാട് യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനലിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ടെന്ന് അറിയാം. അപ്പോൾ പുതിയ ചാനലാണ്, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം ഗൈസ്. ബൈ.